കഴിഞ്ഞ വർഷത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ചരിത്രം കുറിച്ച എഴുത്തുകാരികൾ ഈ വർഷം, അതായത് 2025 നവംബർ 11-ന് 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ തങ്ങളുടെ ചരിത്രം തിരുത്തി കുറിച്ച അവിസ്മരണീയ നിമിഷങ്ങളിലേക്ക്. എൻ്റെ പേര് രാജി അരവിന്ദ് എന്നാണ്. പെണ്ണിലം പബ്ലിക്കേഷൻ്റെ ഫൗണ്ടറാണ്. കഴിഞ്ഞ വർഷം 62 സ്ത്രീകളുടെ പുസ്തകങ്ങൾ ഈ വേദിയിൽ ഇൻ്റലക്ച്വൽ ഹാളിൻ്റെ ഈ മഹത്തായ വേദിയിൽ വെച്ചിട്ട് കഴിഞ്ഞ വർഷം ഇതേ ദിവസം നവംബർ 11-ന് രാത്രി ഞങ്ങൾ പ്രകാശനം ചെയ്തിരുന്നു. 62 സ്ത്രീകളുടെ ഒരു വേദിയിൽ വെച്ചുള്ള പ്രകാശനം നടത്തി എന്നുള്ള വളരെ UAE മുഴുവനും അതുപോലെ തന്നെ ലോകം മുഴുവനും അറിയുന്ന ഒരു മഹത്തായ സംഭവമായിട്ടായിരുന്നു ആ പ്രകാശന കർമ്മം നടന്നത്. ഈ വർഷവും അതുപോലെ തന്നെ ഞങ്ങൾ അതേ വേദിയിൽ അതേ ദിവസം തന്നെ വീണ്ടും ഞങ്ങൾ ചരിത്രം ആവർത്തിക്കുകയാണ്. അന്നത്തേതിൽ നിന്ന് ഒരുപാട് മാറ്റം പെണ്ണിലത്തിന് ആ ഒരു കഴിഞ്ഞ വർഷത്തെ ഈ ഷാർജ ഫെസ്റ്റിലെ പുസ്തക പ്രകാശനത്തിന് ശേഷം ഒരുപാട് വളർച്ച പെണ്ണിലത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ പ്രാവശ്യം 101 പുസ്തകങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിലെ എഴുത്തുകാരാണ് എനിക്ക് പിന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ പരിപാടി ഇപ്പം ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ കേരളീയ വനിതകൾ എന്നുള്ള ആ ഒരു പ്രത്യേകത വെച്ചിട്ട് UAE ഈ മണ്ണിൽ നമ്മളൊരു തിരുവാതിര അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വേഷങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിലത്തിലെ എഴുത്തുകാരാണ് ഇതിൽ അണിനിരന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു വേദിയിൽ പെണ്ണിലത്തിന് കഴിഞ്ഞ വർഷം കിട്ടിയ ആ ഒരു പ്രചോദനവും ഇത്രയും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ആ പ്രോത്സാഹനവും ഒക്കെ കൊണ്ടാണ് ഈ വർഷം നമ്മൾ ഇത്രയും 101 പുസ്തകങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കുറേ പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ എല്ലാ വിഭാഗം ആൾക്കാരും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പുരുഷന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ ഈ 101 പുസ്തകം നമ്മൾ എഴുതിയിട്ടുള്ളത്. അവരെല്ലാവരും വന്നിട്ടില്ല. എൻ്റെ പേര് ജയലക്ഷ്മി. ഞാൻ കൊല്ലം ജില്ലയിലെ മുഖത്തലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ബുക്കിൻ്റെ പേര് ആത്മശലഭങ്ങൾ. എൻ്റെ പേര് ബിന്ദുജി പിള്ളെ. ഞാൻ പൂനെയിൽ നിന്ന് വരുന്നു. എൻ്റെ ബുക്കിൻ്റെ പേര് എൻ്റെ സൂര്യകാന്തി പൂക്കൾ എന്ന കവിതാ സമാഹാരവും ചെറുകഥാ സമാഹാരത്തിൻ്റെ പേര് പൂമരക്കൊമ്പുകൾ എന്നുമാണ്. എൻ്റെ പേര് ശ്രീലയ പ്രസൂൺ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആന്തോളജിയുടെ ഭാഗമാണ്. എൻ്റെ പേര് ലിഷ പ്രസൂൺ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. അമ്മിണി ചൊല്ലുകൾ എന്ന ബാലസാഹിത്യമാണ് എൻ്റെ ബുക്ക്. എൻ്റെ പേര് അനിത്ര ജോബി. സൗദി അറേബ്യയിൽ നിന്ന് വരുന്നു. എൻ്റെ 3ാമത്തെ നോവലായ കടലാഴങ്ങളിലാണ് ബുക്ക്. ഇന്നത്തെ പ്രകാശന കർമ്മത്തിൽ നിർവഹിക്കപ്പെടുന്നത്. ഞാൻ ജ്യോതിലക്ഷ്മി നമ്പ്യാർ, മുംബൈയിൽ നിന്നാണ്. എൻ്റെ പുസ്തകത്തിൻ്റെ പേര് വിസ്ഡം ഓഫ് പ്രൊവർബ്സ്, ചിൽഡ്രൻ ലിറ്ററേച്ചറാണ്. എൻ്റെ പേര് മായാദത്ത്. ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത്. ഇന്നിവിടെ എൻ്റെ 2 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. ഒന്ന് ആകാശമോഹങ്ങൾ എന്ന് പറഞ്ഞ കവിതാ സമാഹാരവും പിന്നെ കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞ ലേഖന സമാഹാരവും. എൻ്റെ പേര് ലത സുരേഷ്. ഞാൻ മുംബൈയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് കണക്കൂർ സുരേഷ് കുമാറിൻ്റെ പുസ്തകമാണ് പ്രകാശനം. എൻ്റെ പേര് പ്രീത അനൂപ്. മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ തിരികെ എന്ന കവിതാ സമാഹാരമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. എൻ്റെ പേര് രാജി അരവിന്ദ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ പുസ്തകത്തിൻ്റെ പേര് മുക്കുത്തി. ഞാൻ ശൈലജ ടീച്ചർ, കോഴിക്കോട്. എൻ്റെ പുസ്തകം കാലത്തിൻ്റെ ശബ്ദം എന്ന ലേഖന സമാഹാരമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഞാൻ രജനി സുരേന്ദ്രൻ, മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ കോന്തല എന്ന കവിതാ സമാഹാരമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. പേര് ബിന്ദു കാർത്തികേയൻ, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. സമാന്തരങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്, കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്യുന്നത്. എൻ്റെ പേര് ഉമാദേവി, ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് പറയാൻ മറന്നു എന്ന കഥാസമാഹാരമാണ്. എൻ്റെ പേര് സുമതി. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. എൻ്റെ 3 പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. ഒന്ന് നേർവഴിയിലേക്ക്, മോട്ടിവേഷണൽ ബുക്കാണ്. 2ാമത്തത് കഥാസമാഹാരം അസാലിയ വിരിഞ്ഞ താഴ്വര. 3ാമത്തത് നിളാപുളിനത്തിൽ കവിതാ സമാഹാരം. എൻ്റെ പേര് വീണ സുനിൽ. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നാണ് വരുന്നത്. ഉടൽ വേരുകൾ എന്ന കവിതാ സമാഹാരമാണ് എൻ്റെ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. എൻ്റെ പേര് KS ജയലക്ഷ്മി. കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നു. 3 പുസ്തകമുണ്ട്. ഒന്ന് ദ്രോണപുഷ്പി കവിത, ഒന്ന് ചെറുകഥാ സമാഹാരം മൗനം വാചാലം, ഒന്ന് ടൈം മെഷീൻ എന്ന് പറയുന്ന ബാലസാഹിത്യകൃതി. എൻ്റെ പേര് ശ്രീലതാസായി, വൈക്കത്ത് നിന്ന് വരുന്നു. എൻ്റെ 2 ചെറുകഥാ സമാഹാരങ്ങളാണ് ഇന്ന് പ്രകാശനം ചെയ്യുന്നത്. അസ്തമിക്കാത്ത പ്രണയവും സെൻസസ്.
എൻ്റെ പേര് സുചിത്ര ബാബു, കോട്ടയമാണ് സ്വദേശം. എൻ്റെ 3 പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. ഹരിനാമ ജപലഹരി എന്ന ഗുരുവായൂരപ്പൻ്റെ കീർത്തനങ്ങൾ, തിരുവാർപ്പിലെ തിരുമധുരം എന്ന ഭാരതത്തിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമായ തിരുവാർപ്പ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള പുസ്തകം, ഭൂമിയിൽ വസന്തത്തിൻ്റെ മരങ്ങൾ ഉണ്ടാകുന്നത് എന്ന കവിതാ സമാഹാരം, അങ്ങനെ 3 പുസ്തകങ്ങളാണ് ഇവിടെ ഉണ്ട്. എൻ്റെ പേര് കൃഷ്ണാസൻ, ഞാൻ കായംകുളത്ത് നിന്ന് വരുന്നു. ഞാൻ ട്രെയിൻ നമ്പർ 166-50 പരശുറാം എക്സ്പ്രസ് എന്ന ചെറുകഥയാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ പേര് സുധാ കേദാരം, ഞാൻ എഴുപുന്ന ഗ്രാമത്തിൽ നിന്നും വരുന്നു. എൻ്റെ പുസ്തകം ബാലസാഹിത്യമാണ്, മുത്തുമണിയുടെ സ്വപ്നം. എൻ്റെ പേര് തുളസി മണിയാർ, മുംബൈയിൽ നിന്നാണ്. ഞാൻ 2 പുസ്തകം പ്രകാശനം കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് മണിയാർ മുതൽ മിട്ടി നദി വരെ, മറ്റൊന്ന് കവിതാ സമാഹാരമാണ്. അത് ചിലന്തികൾ വല കെട്ടുമ്പോൾ. എൻ്റെ പേര് ലേഖ, പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കൃതിയുടെ പേര് അവൾ എന്നാണ്, അനുഭവക്കുറിപ്പാണ്. എൻ്റെ പേര് മീരാസൻ, ഞാൻ കായംകുളത്ത് നിന്ന് വരുന്നു. എന്നും നിനക്കായി എന്നൊരു നോവലാണ് ഇവിടെ നിന്ന് പ്രകാശനം ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ശുഭ ബാബുരാജ്, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ നുണച്ചി എന്ന പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. എൻ്റെ പേര് ദിവ്യ രാമചന്ദ്രൻ, സ്വദേശം പാലക്കാട്. വൈത്തീശ്വരനും ഞാനും എന്നൊരു യാത്രാവിവരണമാണ് അനുഭവക്കുറിപ്പിലൂടെ പുറത്തു വരുന്നത്. ഞാൻ അനിൽ എഴുപുന്ന, ചേർത്തല താലൂക്കിലെ എഴുപുന്ന സ്വദേശിയാണ്. കമ്മല് മൂപ്പൻ എന്ന ഹാസ്യ കഥകൾ അടങ്ങുന്നൊരു പുസ്തകമാണ്. ഞാൻ രാമചന്ദ്രൻ, മോറാഴ, കണ്ണൂർ ജില്ലയിലെ മോറാഴക്കാരനാണ്. എൻ്റെ ഒരു പുസ്തകം കവിതാ സമാഹാരം പറയാതെ പോയ പാതിമൊഴികൾ.